ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എനാനിയ ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പൂജ്യത്തിൽ നിന്നും ആരംഭം എന്ന സ്റ്റിച്ചിങ് സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഇതിൽ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്റ്റിച്ചിങ് പഠിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ളവർക്കാണ് ഈ ക്ലാസ് ഏറ്റവും ഉപകാരപ്പെടുന്നത്. എല്ലാം അറിഞ്ഞ് തയ്ക്കുന്നവർക്ക് ഇത് കാണുമ്പോഴത്തേക്കും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ഇത് എല്ലാവർക്കും അറിയുന്നതാണല്ലോ എന്ന് ചിന്തിച്ചേക്കാം. പക്ഷേ അറിയാത്തവരും നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ തിയറി ക്ലാസ്. അപ്പം അത്യാവശ്യം നമുക്ക് അറിയാനുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനായിട്ട്, അതായത് കമ്പ്യൂട്ടർ കോഴ്സായാലും ഏത് കോഴ്സായാലും നമ്മൾ പഠിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും എനിക്ക് ഇന്ന ഭാഗം വരെ അറിയാം, ബാക്കി നിങ്ങൾ പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവർ സമ്മതിച്ചു തരുമോ? ഇല്ല, അവർ ബേസ് തൊട്ടേ തുടങ്ങത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ സ്റ്റിച്ചിങ്. അതിൻ്റെ ബേസ് അറിഞ്ഞാൽ മാത്രമേ തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെ വീട്ടിലിരുന്നു കൊണ്ട് സ്റ്റിച്ച് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ, അപ്പം അവർക്ക് അതിൻ്റെ ബേസ് ഒന്ന് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തുണി മടക്കുന്നതിൻ്റെ രീതികളും അതിൻ്റെ ഫോൾഡിങ്ങിൻ്റെ മെത്തേഡ് എന്താണ് എന്നൊന്നും ചിലവർക്ക് അറിയില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയൊരു തിയറി ക്ലാസ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ തിയറി ക്ലാസ്സിലേക്ക് പോവാം. തയ്യൽ പഠിക്കാൻ തുടങ്ങുന്ന ഒരാൾക്ക് ഉണ്ടാകാവുന്ന ഏറ്റവും സ്വാഭാവികമായ സംശയങ്ങളിലൊന്നാണ് തുണി 4ആയി മടക്കി വെട്ടുന്നതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്ന്. ചിലർക്കെങ്കിലും തോന്നിയിട്ടില്ലേ എന്തിനാണ് തുണി 4ആയിട്ട് മടക്കി വെട്ടുന്നതെന്ന്? ഓക്കെ, നമുക്ക് ആദ്യം അത് തന്നെ ഈ തിയറി ക്ലാസ്സിൽ നോക്കാം. നമ്മൾ തുണി 4ആയി മടക്കി വെട്ടുന്നതിനെ സിമെട്രി അല്ലെങ്കിൽ സമമിതി എന്ന് വിളിക്കാം. എന്താണ് ഈ സമമിതി അഥവാ സിമെട്രി എന്നതിൻ്റെ അർത്ഥം? എല്ലാ അളവുകളും സമമാണ് എന്നാണ്. അതല്ലേ അതിനർത്ഥം? ഓക്കെ, സമമിതി എന്ന് വെച്ചാൽ എല്ലാ അളവുകളും തുല്യമെന്നാണ്. നമ്മുടെ ശരീരം 2 തുല്യ ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടതാണ് അല്ലേ? അതുകൊണ്ട് തന്നെ വസ്ത്രത്തിൻ്റെ പകുതി ഭാഗത്തെ അളവ് മാത്രം തുണിയുടെ മടക്കിൽ, അതായത് 4ആയി ഫോൾഡ് ചെയ്യപ്പെട്ടിട്ടുള്ള തുണിയിൽ അടയാളപ്പെടുത്തിയാൽ ബാക്കി എല്ലാ ഭാഗങ്ങളും തനിയെ കൃത്യമായ അളവിൽ ലഭിക്കും. അതിനു വേണ്ടിയിട്ടാണ് പ്രധാനമായും തുണികളെ 4ആയിട്ട് മടക്കി വെട്ടുന്നത്. ഇനി നമുക്ക് തുണിയെ 4ആയിട്ട് മടക്കി വെട്ടേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് ഒന്ന് പോയിൻ്റായിട്ട് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, വലത് ഇടത് ഭാഗങ്ങളിലെ അളവുകൾ ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു ഹ്യൂമൻ ബോഡിക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പാർട്ടുണ്ടല്ലേ, ലെഫ്റ്റും റൈറ്റും ഏതാണ്ട് ഒരേ അളവുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് തുണി 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം ഒരു വശത്തെ അളവ് കൃത്യമായി അടയാളപ്പെടുത്തി കൊടുത്താൽ ആ വശത്തെ അതേ അളവുകൾ തന്നെ ആയിരിക്കും മറുവശത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ഒറ്റ അളവിൽ നമ്മൾ തുണി മുറിച്ചെടുക്കുകയാണെങ്കിൽ തെറ്റുകളൊന്നും കൂടാതെ 2 വശത്തും, അതായത് ലെഫ്റ്റും റൈറ്റും നമുക്ക് ഒരേപോലുള്ള അളവുകളാണ് കിട്ടുന്നത്. ഇത് നമ്മുടെ വസ്ത്രത്തിന് കൃത്യമായ രൂപം നൽകാനായിട്ട് സഹായിക്കുന്നു. ഇനി രണ്ടാമത്തെ പോയിന്റ്, മുൻഭാഗവും പിൻഭാഗവും ഒരുമിച്ച് ഒരേപോലെ വെട്ടാൻ സാധിക്കുന്നു. സാധാരണയായി നാം ധരിക്കാറുള്ള ചുരിദാറിൻ്റെ ടോപ്പുകൾ, മാക്സി ഡ്രസ്സുകൾ, ചുരിദാറിൻ്റെ പാൻസുകൾ, ഇങ്ങനത്തെ ചില വസ്ത്രങ്ങൾ നമുക്ക് മുൻഭാഗവും പിൻഭാഗവും ഏതാണ്ട് ഒരേ അളവിലാണ് വെട്ടുന്നത്. അങ്ങനെ വെട്ടണമെങ്കിൽ ആ തുണി 4ആയിട്ട് മടക്കിയിട്ട് ഒറ്റ തവണ വെട്ടുന്നതിലൂടെ നമുക്ക് സമയം ലാഭിക്കാം. രണ്ടും വെവ്വേറെ വെട്ടുമ്പോൾ ഉണ്ടാകുന്ന അളവുകളുടെ വ്യത്യാസങ്ങൾ ഇതിലൂടെ ഒഴിവാക്കുകയും ചെയ്യാം. അടുത്ത 3ാമത്തെ പോയിന്റ്, മധ്യഭാഗം കൃത്യമായി കിട്ടാൻ, സെൻറ്റർ ലൈന് നമുക്ക് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തുണി 2ആയിട്ട് മടക്കി വെക്കുമ്പോൾ കിട്ടുന്ന ആ മടക്ക് ഭാഗത്തിനാണ് വസ്ത്രത്തിൻ്റെ കൃത്യമായ മധ്യഭാഗമെന്ന് പറയുന്നത്. നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും കൃത്യമായ മധ്യഭാഗം കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ടാണ് തുണി 2ആയിട്ടിട്ട് അത് വീണ്ടും 2ആയിട്ട് മടക്കുമ്പോൾ നമുക്ക് 4 പാർട്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ സെൻറ്റർ പോയിന്റ് വെച്ച് നമുക്ക് കൃത്യമായ കഴുത്തളവ്, കൃത്യമായ ബോഡി ഷേപ്പ് എന്നിവ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. മടക്കാതെയാണ് വെട്ടുന്നതെങ്കിൽ നമുക്ക് നടുഭാഗം കണ്ടെത്താൻ പ്രയാസവുമായിരിക്കും. നമ്മുടെ ബോഡി ഷേപ്പ് എവിടെ നിന്ന് അളന്ന് തുടങ്ങണം, എവിടെ വരെ അവസാനിക്കണം എന്നൊക്കെ കണ്ടെത്താൻ വളരെ പാടാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള മധ്യഭാഗം കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് തുണി മടക്കുന്ന രീതി കൂടി നോക്കാം. തുണി എപ്പോഴും ആദ്യം നീളത്തിലുള്ളത് 2ആയിട്ട് മടക്കുക. നീളം പാർട്ട് വേണം 2ആയിട്ട് മടക്കാൻ. 2ആയിട്ട് മടക്കിയതിന് ശേഷം
നമ്മുടെ ബോഡി മെഷർമെൻ്റ് എടുക്കുമ്പോൾ നമുക്ക് എത്രത്തോളം നീളം വേണമെന്ന് നമ്മൾ അളന്ന് വെച്ചിരിക്കും അല്ലേ? ഒരു ചുരിദാറിനായാലും ബ്ലൗസിനായാലും മാക്സിക്കായാലും നമുക്ക് എത്ര നീളം വേണമെന്ന് നമ്മൾ ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ നീളം വരുന്ന പാർട്ട് ഏത് ഭാഗമാണെന്ന് നോക്കുക. ആ നീളം വരുന്ന പാർട്ട് ഏത് ഭാഗമാണെന്ന് നോക്കിയതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് വേണം നിങ്ങൾ മടക്കാനായിട്ട്. ഇപ്പം ഞാൻ നീളത്തിൽ തുണി രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നീളം നോക്കുമ്പോഴത്തേക്കും എനിക്ക് വീതി ലെവലിൽ, അതായത് മുകളിൽ നിന്നും താഴേക്കാണ് നീളം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ തുണി തന്നെ വീണ്ടും രണ്ടായിട്ട് മടക്കും. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് നീളം കിട്ടും. അതല്ല, ഓപ്പോസിറ്റ് സൈഡിലാണ്, അപ്പോൾ നമ്മൾ രണ്ടായിട്ട് മടക്കിയ ആ ഒരു വശത്തേക്കാണ് നീളം കൂടുതലായിട്ടുള്ളതെങ്കിൽ എന്ത് ചെയ്യണം? വീതി ഭാഗം രണ്ടും മടക്കുക. അപ്പോൾ നമുക്ക് നീളം കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ തുണി 4ആയിട്ട് മടക്കിയിട്ടതിൽ ഒരു ഭാഗം ക്ലോസ്ഡ് സൈഡും ഒരു ഭാഗം ഓപ്പൺ സൈഡുമായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ക്ലോസ്ഡ് സൈഡിൽ എന്തൊക്കെയാണ് അടയാളപ്പെടുത്തേണ്ടത്, ഓപ്പൺ സൈഡിൽ എന്തൊക്കെയാണ് അടയാളപ്പെടുത്തേണ്ടതെന്ന് ഇനി നമുക്ക് നോക്കാം. ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് നെക്കിൻ്റെ മെഷർമെൻറ്റ്, ഷോൾഡറിൻ്റെ മെഷർമെൻ്റ് എല്ലാം സെൻറ്റർ പാർട്ടായ ക്ലോസ്ഡ് ഭാഗത്ത് നിന്നാണ് നമ്മൾ മെഷർ ചെയ്ത് തുടങ്ങേണ്ടത്. ആ ഒരു ഭാഗത്ത് നിന്ന് മെഷർ ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള നെക്ക് പോയിൻറ്റും കൃത്യമായിട്ടുള്ള ഷോൾഡർ പോയിൻറ്റും ലഭിക്കുകയുള്ളൂ. ഇനി ഓപ്പൺ സൈഡായിട്ടുള്ള ഈ ഒരു വശത്ത് എന്തൊക്കെ അളവുകളാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്? ആം ഹോള്, അതായത് കൈക്കുഴി നമ്മൾ വെട്ടേണ്ടത് ഓപ്പൺ സൈഡിലാണ്. അതുമാത്രമല്ല ചുരിദാറിൻ്റെ ഷേപ്പ്, നമ്മുടെ ബോഡി ഷേപ്പ് വരുന്നത് വെട്ടേണ്ടത് ഏത് ഭാഗത്താണ്? ഓപ്പൺ ഭാഗത്താണ് നമ്മുടെ ബോഡി ഷേപ്പും വരേണ്ടത്. അപ്പം ഈ 2 സൈഡുകളിൽ മാറിപ്പോയാൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് മൊത്തം നമുക്ക് 4 പീസായിട്ട് കിട്ടും. അതെങ്ങനെയാണെന്ന് ഞാൻ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വേസ്റ്റ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് 2ആയിട്ട് മടക്കി വീണ്ടും ഒരു ഫോൾഡും കൂടെ ചെയ്ത് ഇത് 4ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ക്ലോസ് ആയിരിക്കുന്ന ഈ ഭാഗത്ത് ഞാൻ ആം ഹോളും ബോഡി ഷേപ്പും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ഓപ്പൺ സൈഡിൽ ഞാൻ നെക്കും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വെട്ടിയെടുത്ത് നോക്കാം. അപ്പം നമുക്ക് വെട്ടിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ പല പല പീസുകളായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഫോൾഡ് ചെയ്യുന്നത് എന്താണെന്ന് പഠിക്കണം. ഫോൾഡ് ചെയ്യുന്നതിൻ്റെ ഏത് ഭാഗത്താണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കട്ടിങ് എളുപ്പമാവുകയുള്ളൂ. അപ്പം നമ്മുടെ തിയറി ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. എത്ര പേർക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഉപകാരപ്പെട്ടവർ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തുടർന്നുള്ള എൻ്റെ പുതിയ വീഡിയോസിനൊക്കെ വളരെ ഉപകാരമായിരിക്കും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.